Hello students. Now we go to Lemma 2. Lemma 2 നമ്മളുടെ ലെമ്മ 1നെ റിവേഴ്സ് ചെയ്യുന്നത് പോലത്തെ ഒരു പ്രോസസ്സാണ് അവിടെ നടന്നിരിക്കുക. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നു, അതിൽ നിന്ന് ഫാമിലി എഫ് ടി ഡിഫൈൻ ചെയ്യുന്നു. എഫ് ടി സാറ്റിസ്ഫൈസ് ദീസ് പ്രോപ്പർട്ടീസ് 1, 2, 3, 4 and we can define f of x equal to infimum of set of all t element of Q such that x element of ft. Then lemma 2 states that if we are given a family, അപ്പോൾ ഫംഗ്ഷൻ തന്നിട്ടില്ല, ഫംഗ്ഷൻ തന്നാൽ ഫാമിലി ഡിഫൈൻ ചെയ്യാം, എഫ് എക്സ് ഇങ്ങനെ എഴുതാം എന്നാണ് ലെമ്മ 1. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫാമിലി ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് തന്നാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെയാണ്: let x be a topological space. We are given a topological space and a family ft such a t element of r ആണ് നമ്മൾ നേരത്തെ പരിഗണിച്ചിരുന്നത്. പക്ഷെ എന്നിട്ട് എഫ് എക്സ് പറഞ്ഞപ്പം ടി എലമെന്റ് ഓഫ് ആർ മുഴുവൻ നമുക്ക് ആവശ്യം വന്നില്ല. ഇൻഫിമം ഓവർ ടി എലമെന്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ടി എന്ന് പറഞ്ഞോളൂ. അപ്പൊ നമ്മളുടെ ഈ പരിഗണിക്കുന്ന ഫാമിലിയും അത് മതി. സപ്പോസ് ദാറ്റ് ദ indexed family ft such that t element of q satisfies, suppose ft such that t element of q satisfies condition 1 alla ft open aanu, condition 2 ft phi for t less than or equal to 0, condition 3 ft equal to x for all t greater than 1, condition 4 st element of r s less than t implies fs closure ഈസ് എ എസ് ടി എലമെന്റ് ഓഫ് ആർ പറയേണ്ട കാര്യമില്ല, ക്യൂ എ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ. ആറിലും ഇത് ശരിയാണ്. എസ് ടി എലമെന്റ് ഓഫ് ക്യൂ എസ് ലെസ് ദാൻ ടി എഫ് എസ് ക്ലോഷർ ഈസ് എ സബ്സെറ്റ് ഓഫ് എഫ് ടി. ദെൻ ഫംഗ്ഷൻ ഇല്ല, ഫാമിലി തന്നാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. ദെൻ ഫോർ എക്സ് എലമെന്റ് ഓഫ് എക്സ്, ഏത് എക്സ് എലമെന്റ് ഓഫ് എക്സിനും വി ഡിഫൈൻ ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫിമം ടി എലമെന്റ് ഓഫ് ക്യൂ എക്സ് എലമെന്റ് ഓഫ് എഫ് ടി. ഇങ്ങനെ എഫ് ടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഫംഗ്ഷൻ ഇവിടെ ഇല്ല, ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാം. ഈ എഫ് ടികൾ ഉണ്ടെങ്കിൽ എഫ് ടികൾ ഉപയോഗിച്ച് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാം. എഫ് ടി പല എഫ് ടിയിൽ എക്സ് ഉണ്ടാവും. എഫ് വണ്ണിൽ തന്നെ ആയാലും എല്ലാ എക്സും ഉണ്ട്. എഫ് വണ്ണിലല്ല, എഫ് വണ്ണിന് മേളിലാണെങ്കിൽ എല്ലാ എക്സും ആ എഫ് ടിയിലുണ്ട്. ആ പോയിന്റ് തന്നെ എഫ് വണ്ണിലുണ്ട്. എഫ് വണ്ണിലുള്ള കുറേ പോയിന്റ് എഫ് പോയിന്റ് 9ലുണ്ട്. അപ്പോൾ ഒരേ എക്സ് തന്നെ പല എഫ് ടികളിൽ റിപ്പീറ്റ് ചെയ്യാം. ഒരേ എക്സ് തന്നെ പല എഫ് ടികളിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ എക്സ് ഉള്ള എഫ് ടികളുടെ ടി കളക്ട് ചെയ്യുക, അതിൻ്റെ ഇൻഫീമമാണ് എക്സിൻ്റെ ഫങ്ഷണൽ വാല്യൂ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇൻഫീമം ഓവർ ടി എലമെന്റ് ഓഫ് ക്യൂ എക്സ് എലമെന്റ് ഓഫ് എഫ് ടി എന്ന് നമ്മൾ എക്സ് ഉള്ള എഫ് ടി കറസ്പോണ്ടിങ് ടി എലമെന്റ് ഓഫ് ക്യൂ അതിൻ്റെ ഇൻഫീമം, അതിനെയാണ് നമ്മൾ എഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലിയേ ഉള്ളൂ, ടോപ്പോളജിക്കൽ സ്പേസ്, ഫാമിലി സാറ്റിസ്ഫൈങ് ദീസ് 4 കണ്ടീഷൻസ്. ഇനി ഇവിടെ തുടങ്ങി നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ്. ദെൻ വി ഡിഫൈൻ എഫ് ഓഫ് എക്സ്, ദെൻ ദാറ്റ് എഫ് ഈസ് എ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ in closed interval 0, 1. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ലെമ്മ 2. ഇനി ഇതിൻ്റെ പ്രൂഫിലേക്ക് നമുക്ക് എന്നാ വേണ്ടേ? എഫ് ടി ടി എലമെന്റ് ഓഫ് ക്യൂവിന് ഫാമിലി ഉണ്ട്, 1, 2, 3, 4 സാറ്റിസ്ഫൈ ചെയ്യുന്നു. എഫ് ഓഫ് എക്സ് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്യുകയാണ്. ഇത്രയും വരെ ചെയ്തു വെച്ചിരുന്നാൽ എഫ് ഇസ് എ കണ്ടിന്യൂസ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1 എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതിലെ എഫ് കണ്ടിന്യൂസ് എന്നുള്ളതാണ് കൂടുതൽ ലെന്തി ആയിട്ടുള്ള ഭാഗം. അത് നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത എഫ് കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് കൂടുതൽ എഫേർട്ട് ഉള്ളത്. അത് നമ്മൾ അവസാനത്തേക്ക് മാറ്റി വെക്കുന്നു. ഇനി എഫ് റിയൽ വാല്യൂഡ് ആണ് എന്ന സംശയമൊന്നുമില്ല. റാഷണൽ ടി എലമെന്റ് ഓഫ് ക്യൂ ഈ കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, അതിൻ്റെ ഇൻഫീമമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എഫ് റിയൽ വാല്യൂഡ് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. എഫ് എക്സിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ച് എഫ് റിയൽ വാല്യൂഡ് എന്നുള്ളത് നമുക്ക്
ഉറപ്പിക്കാം. അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല. ഇനി നമ്മൾ ഈ സെറ്റിന്റെ ഇൻഫീമം ആണ് എഫ് എക്സ് എഴുതിയിരിക്കുന്നത്. ആ സെറ്റിനെ ഞാൻ ജി എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുക. ജി എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി എലമെന്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ടി. ഞാൻ പറഞ്ഞില്ലേ, ഒരേ എക്സ് എടുത്താലും അതെന്തായാലും F2-ലുണ്ട്, F3-ലുണ്ട്, F1.01-ലുണ്ട്, F1.5-ലുണ്ട്. അതിൻ്റെ അകത്തൊക്കെ എല്ലാ എക്സും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം അതുപോലെ ഒരു പോയിന്റ് എടുത്താൽ എല്ലാ എക്സും അങ്ങനെ ഉണ്ട്. പിന്നെ പുറകിലേക്ക് വരുമ്പോൾ F.9-ൽ എല്ലാ പോയിന്റ്സും ഇല്ല, F.7-ൽ എല്ലാ പോയിന്റ്സും ഇല്ല. പക്ഷെ ഒരേ എക്സ് തന്നെ പല FT-കളിൽ റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ആ FT-കളുടെയൊക്കെ ടി വാല്യൂസ്, ഇപ്പം നമ്മൾ ടി എലമെന്റ് ഓഫ് ക്യൂയെ പരിഗണിക്കുന്നുള്ളൂ. ടി വാല്യൂസിന്റെ ഒരു കളക്ഷനാണ് എക്സ് ഏതൊക്കെ FT-യിലുണ്ടോ. അപ്പൊ എക്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. സോ വി കോൾ ദ സെറ്റ് ആസ് GX, വേർ GX ലൈസ്. GX-ലെ പോയിന്റ്സ് എവിടത്തെ ആയിരിക്കും? ടി എലമെന്റ് ഓഫ് ക്യൂ, റിയൽ ലൈനിലെ പോയിന്റ്സ് ആണ് GX കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. FT ഡിഫൈൻ ചെയ്തപ്പം FT is a subset of X, GX is a subset of R. വേറെ ഒന്നുമില്ല. എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തതിൽ ഇൻഫീമം ഒരു കളക്ഷന്റെ ഇൻഫീമം ആണ്. ആ കളക്ഷൻ ഏതാണോ അതിനെയാണ് ജി എക്സ് എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഫോർ ഓൾ എക്സ് എലമെന്റ് ഓഫ് എക്സ് ലെറ്റ് ജി എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ടി എലമെന്റ് ഓഫ് ക്യൂ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് എഫ് ടി. കണ്ടീഷൻ 3 പറഞ്ഞിരിക്കുന്നത് എഫ് ടി ഈക്വൽ ടു എക്സ് ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഏതൊരു പോയിന്റ് എക്സ് എടുത്താലും അത് ഏതെങ്കിലും ഒരു FT-യിൽ വരും എന്നുള്ള ഉറപ്പല്ലേ? ഫുൾ സെറ്റാണ് FT എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യും ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 1. ടി ഗ്രേറ്റർ ദാൻ 1 ആയിട്ടുള്ള റാഷണൽസ് ഉണ്ട്. ആ ടി വാല്യൂസ് ഉപയോഗിച്ച് നമുക്ക് എക്സ് FT-യിലാകുന്നത് പോലെയുള്ള റാഷണലിറ്റീസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഏതൊരു പോയിന്റ് തന്നാലും ആ പോയിന്റ് കിടക്കുന്ന ഒരു FT ഈ കണ്ടീഷൻ ഉപയോഗിച്ച് നമുക്ക് പറയാം. അപ്പോൾ അല്ലെങ്കിൽ GX എന്ന് പറയുന്ന ആ പോയിന്റ് കിടക്കുന്ന FT-കളുടെ റാഷണലിറ്റിയുടെ കളക്ഷനാണ്. GX നോട്ട് ഈക്വൽ ടു 5 എന്ന കണ്ടീഷൻ 3 ഉപയോഗിച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. GX നോൺ എംപ്റ്റി ആണ്. നോൺ എംപ്റ്റി ആയിട്ടുള്ള ഒരു സെറ്റിന്റെ ഇൻഫീമത്തെയാണ് നമ്മൾ FX എന്ന് വിളിച്ചിരിക്കുന്നത്. ഇനി കണ്ടീഷൻ 2 എന്താ പറയുക? T less than or equal to 0, FT equal to 5. അപ്പോൾ ഒരു പോയിന്റ് എക്സും T less than or equal to 0 ആയിട്ടുള്ള ഒരു FT-യിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഈ GX എടുക്കുമ്പോൾ ഒരു പോയിന്റിനെ സംബന്ധിച്ചും ഇവിടെ എഴുതുന്ന T വാല്യൂസിന് T less than or equal to 0 FT-യിൽ പോയിന്റ്സ് ഒന്നും ഇല്ല. എക്സ് FT-യിൽ ഉണ്ടെങ്കിൽ ആ TA ആണ് നമ്മൾ GX-ൽ എടുക്കുന്നത്. അപ്പം എക്സ് F-1 എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇല്ല. അപ്പം -1നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. എക്സ് FT-യിലുള്ള ടി ആണ് GX-ലുള്ളത്. -1നെ ഇല്ല, -0.9നെ ഇല്ല, -0.01നെ ഇല്ല, അതൊന്നും ഇല്ല. പിന്നെ എന്നാ തുടങ്ങിയുള്ള F0 പോലും 5 ആണ്. F0 പോലും 5 ആണ്. F0 5 ആണ്. FT ഈക്വൽ ടു 5 ഫോർ T ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഇവിടെ ഒന്നും എക്സ് എലമെന്റ് ഓഫ് FT സാറ്റിസ്ഫൈ ചെയ്യാനില്ല. ഇത് കഴിഞ്ഞിട്ടേ GX-ലെ ടി വാല്യൂസ് വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ 0 ഈസ് എ ലോവർ ബൗണ്ട്. 0 ഈസ് എ ലോവർ ബൗണ്ട് ഫോർ GX-ന് 0 ഒരു ലോവർ ബൗണ്ടാണ്. ഇതെവിടെയാ? ഇത് കണ്ടീഷൻ 2 ഉപയോഗിച്ച് നമുക്ക് പറയാവുന്ന കാര്യമാണ്. 0 ഈസ് എ ലോവർ ബൗണ്ട് ഫോർ GX. ഇനി 3-ൽ ഫോർ ഓൾ ടി ഗ്രേറ്റർ ദാൻ 1 FT ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് എന്താ? ഒരു FX പറയുമ്പം FX ഈക്വൽ ടു ഇൻഫീമം ഓഫ് 1, 1.1, 1.5 ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ 1 ഉണ്ടെങ്കിൽ ഇതിന് മുഴുവൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇൻഫീമം ഏതാ? 1. ഇൻഫീമം ആണ് നമ്മൾ GX-ൻ്റെത് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് 1 കഴിഞ്ഞും നമ്മളുടെ FX ഇൻഫീമം എടുത്ത് കിട്ടുന്നത്. 1 കഴിഞ്ഞും നമ്മളുടെ FX-ൻ്റെ വാല്യൂ പോകത്തില്ല. സോ 0 ഈസ് എ ലോവർ ബൗണ്ട് ഓഫ് GX.
0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഇൻഫിമാണ്, 1 കഴിഞ്ഞും പോകത്തില്ല. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ആൻഡ് 3. കണ്ടീഷൻ 2ഉം 3ഉം നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാവുന്നേ ഉള്ളൂ. എഫ് ഓഫ് എക്സ് ജി എക്സിന്റെ ഇൻഫിമാണ്, ജി എക്സിന്റെ തന്നെ ലോവർ ബൗണ്ട് ആണ് 0. ജി എക്സിന്റെ അപ്പർ ബൗണ്ട് 1 എന്നല്ല. ഇത് ഇൻഫീം ആയതുകൊണ്ട് 1 കഴിഞ്ഞുള്ള പോയിന്റ്സ് എടുത്താലും എല്ലാ എക്സുകളും F1 കഴിഞ്ഞ് എല്ലാ FTയിലും ഉണ്ട്. നമ്മൾ ഇൻഫീമാണ് എടുക്കുന്നത്. അതുകൊണ്ട് 1 കഴിഞ്ഞുള്ള ഒരു വാല്യൂ എഫ് ഓഫ് എക്സിന് വരേണ്ടതില്ല. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നായി. അപ്പോൾ എഫ് എക്സിന്റെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്, റിയൽ വാല്യൂഡ് ആണ്. എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഇൻ 0, 1. എഫ് ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ 0, 1. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻ 0, 1. ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0, 1. അത്രയായി. ഇനി ലെമ്മ 2ലേക്ക് നമുക്ക് ആവശ്യമുള്ളത് കണ്ടിന്യൂസ് എന്നൊരു പാർട്ട് മാത്രമാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് ഇതിന് തുടർച്ചയായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യവും കൂടി, എഫ് കണ്ടിന്യൂസ് ആണ് എന്നൊരു കാര്യവും കൂടി ഈ ലെമ്മയിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ ഉള്ളൂ. ലെമ്മ 1, ലെമ്മ 2 എല്ലാം യൂറിസോൺസ് ലെമ്മയുടെ പാർട്ടാണ്. യൂറിസോൺസ് ലെമ്മ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രൂവ് ചെയ്തിരിക്കുന്നത് 2ആയിട്ട് തന്നെയാണ്. നമ്മൾ സഫിഷ്യൻ പാർട്ടാണ് ആദ്യം പ്രൂവ് ചെയ്തത്. അത് വേറെ സ്റ്റേറ്റ് ചെയ്ത് പ്രൂവ് ചെയ്യുകയും അത് മറ്റൊരു ഫോമിൽ പ്രൂവ് ചെയ്യുകയും അത് കൊറോളറി ആയിട്ടൊക്കെ വേറൊരു ഫോമിൽ കൊണ്ടുവരികയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു സഫിഷ്യൻ പാർട്ട് തന്നെ ചോദിക്കാം എന്നൊക്കെ. അപ്പോൾ നമുക്ക് യൂറിസോൺസ് സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് യൂറിസോൺസ് ലെമ്മ എന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. അതുകൊണ്ട് 2 പാർട്ടോട് ഒരുമിച്ചിരിക്കുന്നതാണ് നമ്മളുടെ പർപ്പസിൽ നല്ലത്. അതാണ് വേറെ വേറെ ആയിട്ട് ഞാൻ ചെയ്യാത്തത്. സഫിഷ്യൻ പാർട്ട് മാത്രമായിട്ട് എഴുതി എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് സെറ്റ്സ് വരുമ്പോൾ ഒരു ക്ലോസ്ഡ് സെറ്റിൽ 0യും മറ്റേ ക്ലോസ്ഡ് സെറ്റിൽ 1ഉം വാല്യൂ ആകുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നാൽ സ്പേസ് നോർമൽ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു പാർട്ട്, അത് മാത്രമായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് എ സഫിഷ്യൻ പാർട്ട് ഓഫ് യൂറിസോൺസ് ലെമ്മ. യൂറിസോൺസ് ലെമ്മ എന്ന് പറയുന്നത് 2 കൂടെ ചേർന്നതാണ്. 2 കൂടെ ചേർത്ത് തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ടെക്സ്റ്റിൽ 2ആയിട്ടുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വി പ്രൂവ് continuity of this function. Hope for the next video.